വിനോദ് സർ, എല്ലാ കണ്ണും കാതും ആകാംക്ഷയോടെ നോർവേയിലേക്കാണ്. സമാധാന നോബൽ പ്രൈസ് പ്രഖ്യാപിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നോബൽ പ്രൈസിന് താനാണ് അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതോടെയാണ് ഇത് ഇത്രയേറെ ചർച്ചകളിലേക്ക് നിറയുന്നത്, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത്. ഏകദേശം 338ഓളം നാമനിർദ്ദേശങ്ങളാണ് ഇത്തവണ നോബൽ പ്രൈസിനായി ലഭിച്ചിരിക്കുന്നത്. അതിലൊരു മുൻ പാക് പ്രധാനമന്ത്രിയുമുണ്ട് എന്നതുൾപ്പെടെ കൗതുകകരമായ ചില വാർത്തകൾ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? മാത്രമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ വർഷത്തെ ഈ നോബൽ സമ്മാനത്തെ വിനോദ് സാർ എങ്ങനെ വിലയിരുത്തും? നീതു, ഈ ലോകം കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് ഇത്തവണ ആ സമാധാന നോബൽ പുരസ്കാരം അടുത്തടുത്ത് വരുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ആരാകും ഈ വർഷത്തെ സമാധാനത്തിന്റെ ജേതാവ്, നോബൽ സമ്മാനത്തിന്റെ ജേതാവ് എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഇതിന് മുന്നേയുള്ള ഒരു ജീവിത കാലഘട്ടത്തിൽ ആരെങ്കിലും തൻ്റെ പേര്, ഈ നമ്മൾ ത്രോയിങ് ദ ഹാറ്റ് ഇൻ ടു ദ റിങ് എന്ന് പറയും, ഇങ്ങനെ സ്വയം അതിനുവേണ്ടി ഇത്ര പരസ്യമായി, ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ഇത്ര പരസ്യമായി ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. എന്തായാലും ഇപ്പൊ നീത്ത് പറഞ്ഞ പോലെ 338 നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 244 വ്യക്തികളും 94 സംഘടനകളുമാണ് ഉൾപ്പെടുന്നത്. ഇതിൽ ആർക്ക് വേണമെങ്കിലും ആകാം, ഒന്നുകിൽ സംഘടനയ്ക്കാകാം അല്ലെങ്കിൽ വ്യക്തികൾക്കാകാം. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന 5 പേരുകളും പ്രധാന സംഘടനയുടെയും സാധ്യതകളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. അതിന്റെ പ്രത്യേകിച്ച് നോബൽ സമ്മാനത്തിന്റെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കുന്നതായിരിക്കും ഇതിന് കുറച്ചും കൂടെ കൃത്യമായ ഉത്തരം. ഈ ഡൊണാൾഡ് ട്രംപ്, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഇങ്ങനെ സ്വയം പറഞ്ഞു കഴിയുമ്പോൾ, ബോധപൂർവം മറ്റൊരാളെ കൊണ്ട് പറയിച്ചു കഴിയുമ്പോൾ, സാധാരണഗതിയിൽ നോബൽ സമ്മാനത്തിന് തിരഞ്ഞെടുക്കുന്ന ആ സമിതി അവരെ അത്ര എളുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ വിചാരിച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് പൊതുവെ ജനം വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ ആ കാര്യം അദ്ദേഹത്തിന് എഗനസ്റ്റ് ആയിട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എതിരെ വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പുള്ളിക്ക് കൊടുത്തെന്ന് വെച്ചോ, എന്തായിരിക്കും പൊതുവേ ഉള്ള ജനത്തിന്റെ ഒരു ധാരണ, അല്ലെ ആളുകൾ പറയുക, ഇത് ഇങ്ങേര് തന്നെ ചോദിച്ച് മേടിച്ചു, അത് അവസാനം നോബൽ സമിതിക്ക് അത് കൊടുക്കേണ്ടി വന്നു, ഇങ്ങനെ പറയാനുള്ള ഒരു വലിയ സാധ്യത അവിടെ നിലനിൽപ്പുണ്ട്. അപ്പൊ ഈ ഗാസ സമാധാന പദ്ധതി, അതിപ്പോ ഇതെല്ലാം ഇതിനോട് അടുപ്പിച്ച് വളരെ ആക്റ്റീവായിട്ട് നിർത്തുന്നു എന്നുള്ളതാണ്. മറ്റ് 7 അന്താരാഷ്ട്ര സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിലൊക്കെ നാമനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. പുള്ളി തന്നെ പറഞ്ഞു, എനിക്ക് ഒരു നോബൽ പ്രൈസ് അല്ല 7 നോബൽ പ്രൈസിന് അർഹനാണെന്ന് എവിടെയൊക്കെയോ പറയുകയും ചെയ്തു. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നോബൽ സമിതി ഒഴിവാക്കുന്ന ഒരു സംഭവം ഇങ്ങനത്തെ ഒരു വിവാദമാണ്. ഈ ട്രംപിന്റെ നാമനിർദ്ദേശങ്ങൾ കൂടുതലും രാഷ്ട്രീയപരമായി സഖ്യകക്ഷികളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ അങ്ങേയറ്റം രാഷ്ട്രീയ ധ്രുവീകരണം ഈ ലോകത്ത് നടത്തുന്ന ഒരു വ്യക്തിയെ സമാധാനത്തിന്റെ നോബൽ സമ്മാനം കൊടുക്കാൻ തിരഞ്ഞെടുത്താൽ അത് ഈ നോബൽ സമ്മാനത്തിന്റെ തന്നെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഇയാൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേയൊക്കെ അവർ ആലോചിച്ചാനെ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്, അല്ലെ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു സാധ്യതയുള്ള ആളെന്ന് പറഞ്ഞാൽ ഇലോൺ മസ്ക് ആണ്. ഈ ടെസ്ലയുടെ സിഇഒ ആയിട്ടുള്ള ഇലോൺ മസ്ക്. അപ്പൊ ഈ കൂടെ മറ്റവരെ ആരൊക്കെ ഉണ്ടെന്നുള്ളതും വളരെ പ്രസക്തമായ കാര്യം. അതുകൊണ്ടാണ് അവരുടെ പേരുകളും കൂടെ നാം ഒന്ന് പരാമർശിക്കുന്നത്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായുള്ള പിന്തുണ പരിഗണിച്ച് യൂറോപ്യൻ പാർലമെന്റ് അംഗമായിട്ടുള്ള ഈ ബ്രാങ്കോ ഗ്രിംസ് എന്ന ആളാണ് ഇദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ, വാണിജ്യ മേഖലകളിലാണ്. നമ്മുടെ നോബൽ സമ്മാനം കൊടുക്കുന്നതിന് പ്രധാനമായ ഒരു ഘടകമായിട്ട്, അല്ലെങ്കിൽ ആൽഫ്രഡ് നോബൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത്, ഒന്ന് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം, നിരായുധീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം, സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതേ പ്രശ്നങ്ങൾ, ഇതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് ട്രംപിനും പാരയായി വരാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഈവൻ മസ്കിന്റെ കാര്യത്തിലും ഈ മാനദണ്ഡങ്ങളിൽ, ശരിക്കുള്ള മാനദണ്ഡങ്ങളിൽ അത് പെടുന്നില്ല. അതുകൊണ്ട് സാധ്യത തീരെ കുറവാണ്. പിന്നെ ഒരാള് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അദ്ദേഹം കാലം ചെയ്ത ആഗോള കത്തോലിക്ക സഭയുടെ തലവനാണ്. ഈ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിച്ചതിന് ഒരു നാമനിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം, ഈ മാർപ്പാപ്പ 2025 ഏപ്രിൽ 21 കാലം ചെയ്തു പോയി. ഈ നോബൽ നിയമം അനുസരിച്ച് ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് മുൻപ് മരണപ്പെടുന്നവർക്ക് സമ്മാനം നൽകാനാവില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാധ്യത വളരെ വളരെ കുറവാണ്. ഇത് പൂജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മിതമായ സാധ്യതയുള്ള ഒരു നയതന്ത്രജ്ഞൻ ഉണ്ട്, അൻവർ ഇബ്രാഹിം, മലേഷ്യൻ പ്രധാനമന്ത്രി. തായ്ലൻഡ് കംബോഡിയ വെടിനിർത്തലിന് നിർണായകമായ പങ്ക് വഹിച്ചു. ഈയിടെ റീസെന്റ് നമ്മൾ തായ്ലൻഡും കംബോഡിയയും തമ്മിൽ ഒരു 3-4 ദിവസത്തേക്ക് വലിയ പ്രശ്നം ഉണ്ടായി. അപ്പൊ പ്രാദേശിക സൗഹൃദം സംഭാഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇതിന് മുൻപും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ സമാധാന ശ്രമങ്ങളെ സമിതി മുൻപ് പരിഗണിച്ചിട്ടുണ്ട്. ഒരു നയതന്ത്ര വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു സാധ്യതയുണ്ട്. പക്ഷെ എത്രത്തോളം അത് കിട്ടുവാനുള്ള സാധ്യത എന്നുള്ളത് കുറവാണ്. പിന്നെന്നുള്ളത് ഈ മുൻനിര പോരാളികൾ എന്ന് പറഞ്ഞാൽ അതിൽ 2-3 സാധ്യതകളുണ്ട്. ഒന്ന്, ജനാധിപത്യത്തിന്റെ സംരക്ഷകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, നിരായുധീകരണ ശ്രമങ്ങൾ നടക്കുന്ന, മാനുഷിക സഹായം ചെയ്യുന്ന. അതിനകത്ത് ഈ യൂലിയ നവൽനയ എന്ന് പറഞ്ഞ ഒരു റഷ്യൻ പ്രതിപക്ഷ പോരാളിയുണ്ട്. അവര് റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലസ്കി നവൽനിയുടെയും ഭാര്യയാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം റഷ്യൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനാധിപത്യ പോരാട്ടത്തിന് വലിയ നേതൃത്വം നൽകിയ ആളാണ്. അതൊരു സാധ്യതയുള്ള സ്ത്രീയാണ്. അവര് ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരെ നിലകൊള്ളുന്നതിന്, അത് പിന്നെ അവർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു നോബൽ ഒരു സമിതിയുടെ ഒരു സമാന ട്രെൻഡിന് ഇത് അനുസൃതമാണ്. അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് പലപ്പോഴും ഇതിനു മുൻപ് നർഗസ് മുഹമ്മദി, ലിയു സിയാവോ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊരു സാധ്യത കൂടുതലുണ്ട്. അത് വളരെ ഉയർന്ന ഒരു സാധ്യതയാണ്. ഇമ്രാൻഖാനും ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ്. ജയിലിൽ കഴിയവേ മനുഷ്യാവകാശത്തിനും ജനാധിപത്യത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നോർവീജിയൻ പാർട്ടി ഉൾപ്പെടെയുള്ളവർ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും സാധ്യതയുള്ളത് 2 വേറെ ആളുകൾക്ക്, 2 സംഘടനകൾക്കാണ്. ഒരു സുഡാനിലെ ഒരു അടിയന്തര പ്രതികരണ സംഘം ഒരു സംവിധാനമുണ്ട്. ഈ യുദ്ധവും ക്ഷാമവും നടക്കുന്ന, വലിയ യുദ്ധവും ക്ഷാമവും ഉള്ള ഒരു സ്ഥലമാണ് സുഡാൻ. അവിടെ ജീവൻ പണയം വെച്ച് സാധാരണക്കാരെ സഹായിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. അതാണ് ഈ പറയുന്ന ഈ സുഡാനിലെ ഒരു അടിയന്തര പ്രതികരണ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ ഈ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സംഘർഷഭരിതമായ മേഖലയിലെ നേരിട്ടുള്ള മാനുഷിക ഇടപെടലുകൾക്ക് സമിതി എപ്പോഴും പ്രാധാന്യവും നൽകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനുള്ള സാധ്യത, ഇവർക്കത് കിട്ടാനുള്ള സാധ്യതയാണ് ഒരുപക്ഷെ ഉയർന്നു നിൽക്കുന്നത്. മറ്റത് 2 UN ഏജൻസികളാണ്. ഒന്ന് UNHCR എന്ന് പറയും. UNHCR അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ അഭയാർത്ഥികൾക്കുള്ള ഒരു ഹൈ കമ്മീഷണർ. ആഗോള അഭയാർത്ഥി പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഈ സാഹചര്യം അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ഏജൻസിയുടെ പങ്ക് വലിയ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഏജൻസിയാണ് UNHCR എന്ന് പറയുന്നത്. അപ്പൊ അത് അവർക്ക് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഘടനയാണ് UNRWA എന്ന് പറയുന്നത്. പാലസ്തീൻ അഭയാർത്ഥികൾക്കായിട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയാണ്. നിലവിലെ പാലസ്തീൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന ഈ ഏജൻസിയുടെ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകുമെന്നുള്ളത് കൊണ്ട്, ഒരുപക്ഷെ ഏറ്റവും ആക്റ്റീവായിട്ട് ഇപ്പം നിൽക്കുന്നത് പ്രശ്നം ഗാസയിലെ കുട്ടികളുടെ പ്രശ്നമൊക്കെ ആയതുകൊണ്ടും ലോകം മുഴുവൻ അതിനൊരു പരിഗണന നൽകുന്നുകൊണ്ടും ഒരുപക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ UNRWA എന്ന് പറയുന്ന പാലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്ര സഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിക്കാണ് ഇപ്പം നിലവിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ചാൻസ്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരാണ് തീരുമാനിക്കേണ്ടത്. നമുക്കിങ്ങനെ പറയാമെന്നല്ലേ ഉള്ളൂ. നമുക്കിനിയിപ്പോൾ അത് വന്നു കഴിയുമ്പോൾ കാണാം ഇത് ആർക്കാണ് കിട്ടിയതെന്ന്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഈ 2 UN ഏജൻസികൾക്കോ അല്ലെങ്കിൽ ഈ സുഡാനിലെ അടിയന്തര പ്രതികരണ സംഘത്തിനോ ആയിരിക്കും ഇപ്രാവശ്യം കിട്ടാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയപരമായ പേരുകൾ ശക്തിയായി
ട്രംപിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത്. അങ്ങനെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കൊക്കെയാണ് ഒരു സാധ്യത. പിന്നെ ആ യൂലിയ നവൽനയ എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യക്കാരിക്ക് ഒരു സാധ്യതയുണ്ട്. പക്ഷെ എപ്പോഴും ഈ ഊപോപോഹങ്ങളില്ലാത്ത ഒരു വ്യക്തിയോ സംഘടനയോ ആണ് യൂഷ്വലി ഈ നോബൽ സമ്മാനം എപ്പോഴും നൽകി ഈ നോബൽ സമിതി ഞെട്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സമാധാനത്തിനായിട്ടുള്ള ഈ കാത്തിരിപ്പിൽ ഈ പുരസ്കാരം ആർക്ക് ലഭിച്ചാലും അത് ഈ ലോകമെമ്പാടുമുള്ള മാനുഷിക പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രചോദനമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതിനൊക്കെ ശേഷം ഇത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ വിശദമായിട്ട് എന്തുകൊണ്ട് അവർക്ക് കിട്ടി, എന്തുകൊണ്ട് ഇന്നയാളെ പരിഗണിച്ചില്ല എന്ന് നമുക്ക് ഒന്നും കൂടെ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ അതാണ് നീതു എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. യെസ്, എന്തായാലും ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ആകാംക്ഷയോടെ ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കുമോ എന്ന്. അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ ഈ ഇമ്രാൻഖാനും ഡൊണാൾഡ് ട്രംപും ഒക്കെയാണ് നോബൽ സമ്മാനത്തിന്റെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന അവസാന 5 പേരിൽ ചിലർ എന്നതും കൗതുകകരമാണ്. സമാധാനപ്രിയരാണോ ഈ കൂട്ടരൊക്കെ എന്നതാണ് പൊതുവെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്ന്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.